ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോഴേക്കും ഞങ്ങൾ കേരളത്തിലാണോന്ന്. കേരളത്തിലല്ല കേട്ടോ, നമ്മുടെ ഗോവയിൽ തന്നെയുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, കേരളത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ചെന്ന ഒരു അന്തരീക്ഷം, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എപ്പോൾ വന്നാലും ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പച്ചക്കറികൾ കാണും. ഞാനതുപോലെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ കവറിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പച്ചക്കറിയായിട്ട് ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ കേട്ടോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ഇത്. ആളെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പച്ചക്കറികളാണെന്ന് നമുക്ക് നോക്കാം. നീളം പയറുണ്ടായിരുന്നു, പിന്നെ പാവയ്ക്ക, പിന്നെ മല്ലിയില കേട്ടോ. മല്ലിയിലയും വളർത്തിയിട്ടുണ്ട് കേട്ടോ. മല്ലി നമ്മുടെ വീട്ടിലാവശ്യത്തിന്, അധികം ഒന്നുമില്ല, വീട്ടിലാവശ്യത്തിന് വേണ്ടി. പിന്നെ ചീര ഉണ്ടായിരുന്നു, ചുമന്ന ചീര. പിന്നെ വഴുതനങ്ങ മിക്കവാറും കാണും കേട്ടോ. മുമ്പ് ഞാൻ വന്നപ്പോൾ മൊത്തം വഴുതനങ്ങയായിരുന്നു ഫുള്ള്. ഞാൻ ഒരുപാട് കൊണ്ടുപോവുകയും ചെയ്തായിരുന്നു. വഴുതനങ്ങ നല്ല പഴുത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അരി എടുക്കാൻ വേണ്ടി എങ്ങനെ നിർത്തിയേക്കുവാണ്. പിന്നെ തക്കാളി കേട്ടോ, തക്കാളി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മപ്സയിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് അരി വാങ്ങിച്ചിട്ട് പാകി കിളിപ്പിക്കുന്നതാണ് കേട്ടോ. അത് തക്കാളി നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. തക്കാളി നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ചീര ഒരുപാട് നട്ടു. ചീരയെല്ലാം ചെറുതായിരുന്നു കേട്ടോ, കിളിച്ച് വരുന്നതേ ഉള്ളായിരുന്നു. കുറച്ച് വലുതായി. അപ്പോൾ കുറച്ച് വലുതായതൊക്കെ എനിക്ക് കണ്ടിച്ച് തന്നു കേട്ടോ. പിന്നുള്ളത് കോവയ്ക്കായിരുന്നു കേട്ടോ. കോവയ്ക്കയുടെ എല്ലാം പറിച്ചു കഴിഞ്ഞു. പിന്നെ ബാക്കി 3-4 എണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുള്ളായിരുന്നു. പറിച്ചെടുത്ത് അത് വരുന്നവർക്ക് കൊടുത്തു വിടും. അതാണ് ഏറ്റവും അവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ആരും അവിടെ വീട്ടിൽ വന്നാലും തിരിച്ചു പോകുമ്പോൾ അവരുടെ ഈ പച്ചക്കറിയോ എന്തെങ്കിലും കാര്യങ്ങൾ കാണും അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രീകല കേട്ടോ. ഇതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസും കാര്യങ്ങളും. നമുക്ക് ഫുൾ സപ്പോർട്ട് കേട്ടോ. എന്തിനും എപ്പോഴും നമുക്ക് ഓടിച്ചെല്ലാവുന്ന ഒരു വീടെന്ന് നമുക്ക് പറയാം. ഫുൾ സപ്പോർട്ടായിട്ട് അവർ ഫാമിലി മൊത്തത്തിൽ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. പിന്നുള്ളത് വെണ്ടയ്ക്കായിരുന്നു കേട്ടോ. വെണ്ടയ്ക്ക ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ 3-4 എണ്ണം ഉണ്ട്. പിന്നെ തക്കാളി നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ. തക്കാളി 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളകും നല്ല രീതിയിലുണ്ട്. കാന്താരി മുളകും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂടുതലും ഇപ്പം കൂടുതലും നട്ടേക്കുന്നത് അവിടെ ചീരയാണ് കേട്ടോ. ചീരയാണ് കൂടുതലും മെയിനായിട്ട് അവിടെ ഉള്ളത്. പിന്നെ പാലക്ക ഉണ്ടായിരുന്നു കേട്ടോ. പാലക്കം നട്ട് വളർത്തുന്നുണ്ട്. പാലക്കം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളതെല്ലാം സത്യം പറഞ്ഞാൽ അവിടെ കിട്ടും കേട്ടോ. നമ്മൾക്ക് അത്യാവശ്യം അതിൽ ഏറ്റവും നല്ല മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇത്രയും വിലയും കൂടിയതും വിഷം മേടിച്ച് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതല്ലേ വീട്ടിൽ തന്നെ ഉള്ളത് അല്ലേ. കുറച്ചായാലും വേണ്ടിയില്ല, അതുള്ളത് വീട്ടിൽ തന്നെ അത് ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ നല്ല. പിന്നെ ഇതുണ്ട് മൂളയെന്ന് പറയും കേട്ടോ. ഇത് മൂള, അത് നാട്ടിൽ എന്താ ഇതിന് പറയുന്നത് എനിക്ക് എത്ര. മൂളയെന്ന് പറയുന്നത് താഴെ ക്യാരറ്റിൻ്റെ ഒരു വൈറ്റ് ക്യാരറ്റ് അല്ല, അതുപോലെ ഒരു കിഴങ്ങുണ്ട്, അതിനാ മൂളയെന്ന് പറയുന്നത്. പിന്നെ വാഴയുണ്ട് കേട്ടോ, വാഴയുണ്ട്. പിന്നെ പപ്പായ ഉണ്ടായിരുന്നു. പപ്പായ നല്ല രീതിയിലുണ്ട് കേട്ടോ. പപ്പായ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ പിന്നെ കപ്പ നട്ടിട്ടുണ്ട് പുതിയതായിട്ട്. ഇനിയിപ്പോൾ കപ്പ പറിക്കുമ്പോൾ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഞാൻ പറയാം, കപ്പ നട്ടിട്ടേ ഉള്ളൂ. ഇനി അത് വലുതാകുമ്പോൾ എന്തായാലും നമ്മൾ പറിക്കുന്ന സമയത്ത് ഇവിടെ വരും. പിന്നെ വാഴക്കൊല ഉണ്ടായിരുന്നു കേട്ടോ. വാഴക്കൊലയുണ്ട്, പപ്പായ ഉണ്ട്. വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പച്ചക്കറികളും അവിടെ ഉണ്ട്.